വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അറ്റകുറ്റപ്പണിക്കായി എത്തിച്ച വിശാലാക്ഷി എന്ന കപ്പലിനാണ് തീപിടിച്ചത്. ലാൽകൃഷ്ണൻ ഇപ്പോൾ ഈ തീപിടിച്ച കപ്പലിന് അടുത്ത് വരെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലാൽകൃഷ്ണ, ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും എസ് കെ എൻ, നമ്മൾ തീപിടിച്ച കപ്പലിനകത്താണ് നിലവിലുള്ളത്. ഈ കപ്പലിനൊപ്പം തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കപ്പൽ പുലർച്ചെ 3 മണിക്ക് തീപിടിച്ചാണ്. വിശാലാക്ഷി എന്ന് പറയുന്ന കപ്പലാണ്. പെയിന്റിംഗ് ജോലികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വൈപ്പിനിലെ യാർഡിലേക്ക് ഇവിടെ എത്തിയത്. പെയിന്റിംഗ് ജോലികൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുകയായിരുന്നു. ഇതിനിടയിൽ പുലർച്ചയോടുകൂടി തീപിടുത്തമുണ്ടായി. ഈ സമീപത്ത് തന്നെ കിടന്നുറങ്ങിയായിരുന്ന കരാർ ജീവനക്കാരാണ് ഈ തീപിടിച്ച വിവരം ആദ്യം അറിയുന്നത്. അവർ പോലീസിന് വിവരം അറിയിക്കുന്നു. തൊട്ടു പിന്നാലെ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിന്റെ യൂണിറ്റ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുമ്പോഴേക്കും കപ്പലിന്റെ മുകൾ ഭാഗം ഏകദേശം കത്തി അമർന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പോഴും ആ തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ പുക ഇപ്പോഴും കാര്യമായി ഉയർന്നത് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്കും വലിയ രീതിയിലുള്ള വെല്ലുവിളിയാകുന്നുണ്ട്. അഗ്നിരക്ഷാസേനയുടെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അഭിജിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമ്മളിപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത് താഴേന്ന് ഫോമാണോ നമ്മളിപ്പോൾ അകത്ത്? വലിയ വെല്ലുവിളി തന്നെ. നിലവിൽ പ്രായോഗികമല്ല. തടസ്സമായിട്ട് പുകയുമാണ്. പിന്നെ വിസിബിലിറ്റി തീരെ ഇല്ലല്ലോ. അപ്പം കൺഫൈൻഡ് സ്പേസ് ആണ്. മറ്റുള്ള ഒരു ഓപ്പൺ സ്പേസ് അല്ല. ഇതിനകത്ത് കയറി കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കറക്റ്റായിട്ടുള്ളത്. ഫോം നമ്മൾ സ്പ്രേ ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നത്തിന് നമുക്ക് അകത്തെ പുക ഏറെക്കുറെ പുറത്തേക്ക് തള്ളാൻ പറ്റുമെന്ന് വിചാരിക്കും. അതായത് പെയിന്റ് അതുപോലെയുള്ള ഓയിൽ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫോം അടിച്ചാൽ പെട്ടെന്ന് അതാണ് തീ അണയ്ക്കാൻ സാധിക്കും. അതാണ് ഫോം അടിക്കുന്നത്. അകം പൂർണ്ണമായും കത്തിയാവസ്ഥ തന്നെയാണ്. അതെ 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 അതെ. നമ്മൾ എത്ര യൂണിറ്റ് ഉണ്ട്? 5 യൂണിറ്റ്. ക്ലബ് റോഡ്, ഗാന്ധിനഗർ, മട്ടാഞ്ചേരി, പൈപ്പിൻ, നോർത്ത് പറവൂർ. അതായത് നമ്മൾ അകത്തെ പുക പൂർണ്ണമായും പുറത്തേക്ക് തള്ളിയാൽ മാത്രമേ നമുക്ക് ഈ ദൗത്യം അകത്ത് കയറി ബാക്കി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിലേക്ക്. അതെ അതെ അതെ. അന്വേഷണം അകത്ത് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്കി തീ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ പെയിന്റിങ്ങിന് കൊണ്ടുവന്നു പറയാം. അപ്പോൾ ഈ പെയിന്റ് കത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അറിയില്ല. ഇത് പെയിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള പെയിന്റ് കാണത്തില്ല. അധികം പെയിന്റ് കാണത്തില്ല. കുറച്ച് ഇത് പെയിന്റ് ചെയ്യാനുള്ള പെയിന്റ് കാണത്തുള്ളായിരിക്കും. അപ്പം അകത്ത് കയറി നോക്കാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല എന്താണ് അകത്തുള്ളതെന്നുള്ളത്. ഇപ്പം നിലവിൽ ഇപ്പം ഈ സ്മോക്ക് ഉള്ളതുകൊണ്ട് അകത്ത് തീ ഉണ്ടെന്നാണ് അനുമാനിക്കുന്നത്. ഏതെങ്കിലും ഒരു സൈഡ് തീ ഉണ്ടാവും. അതാണ് തീ ഏകദേശം പുക ഒതുങ്ങിയ ശേഷം മാത്രമാണ് നമ്മൾ അകത്ത് കയറി നോക്കത്തുള്ളൂ. സ്മോക്ക് വരുന്നതിന്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. അതായത് അകത്ത് ഏതോ ഒരു ഭാഗത്ത് തീയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പുക ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആ പുക പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായാൽ മാത്രമേ അകത്തേക്ക് കയറുക എന്നുള്ളത് പ്രായോഗികമായി നടപ്പാവുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നിരുന്നാൽ പോലും ആ തീ അണയ്ക്കാനുള്ള ശ്രമം, അകത്തുള്ള തീ അണയ്ക്കാനുള്ള ശ്രമവും അവരുടെ ഭാഗത്തുനിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പുലർച്ചെ 3 മണി മുതൽ തീപിടിക്കാൻ തുടങ്ങിയതാണ്. 4 മണി മുതൽ തന്നെ അഗ്നിരക്ഷാസേനയുടെ യൂണിറ്റ് സംവിധാനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള തീ അണയ്ക്കാനുള്ള ദൗത്യമാണ് വലിയ രീതിയിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എസ് കെ. ഓക്കെ, വൈപ്പിൽ തീപിടിച്ച കപ്പൽ എന്നുള്ള വിവരമാണ് നമുക്കൊപ്പം ചേർന്ന് ലാൽകൃഷ്ണൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.